കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒത്തിരിയും പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചത്, കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നത്? പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല, ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചു. അത് കൃത്യമായിട്ട് രണ്ടായിട്ട് പറയുന്നത്. അതായത് ആബേലിൽ പ്രസാദിച്ചു, അതുകൊണ്ട് അവൻ്റെ കാഴ്ച വസ്തുക്കളിലും പ്രസാദിച്ചു. കായേനിൽ പ്രസാദിച്ചില്ല, അതുകൊണ്ട് അവൻ്റെ കാഴ്ച വസ്തുക്കളിലും പ്രസാദിച്ചില്ല. അതായത് ദൈവം നോക്കുന്നത് ബലി അർപ്പിക്കുന്നവനെയാണ്, ബലി അർപ്പിച്ച വസ്തുവിനെ അല്ല. ദൈവം നോക്കുന്നത് ഓഫററിനെയാണ്, ഓഫറിങ്ങിനെ അല്ല. കൃത്യമായിട്ട് ബൈബിളിൽ ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേനെ പോലെ ആകരുത്. എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നത് കൊണ്ട് തന്നെ. ഇവിടെ കണ്ടോ, അവിടെ യോഹന്നാൻ പറയുകയാണ് കായേൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തി ദുഷിച്ചതുകൊണ്ടാണ് അവൻ ഓഫർ ചെയ്തതും ദുഷിച്ചതായത്. അത് ദൈവത്തിന് സ്വീകാര്യമല്ലാത്തത്. സുഭാഷിതങ്ങൾ 15:8, ദുഷ്ടൻ്റെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കും. കണ്ടോ, ദുഷ്ടൻ്റെ ബലി കർത്താവിന് വെറുപ്പാണ്. ഇനി സുഭാഷിതങ്ങൾ 21-27 ഇത് പറയുന്നുണ്ട്. ദുഷ്ടൻ്റെ ബലി വെറുപ്പുളവാക്കും, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പാപം, തിന്മ, ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ബലി ദൈവത്തിന് സ്വീകാര്യമല്ല. ഇനി പ്രഭാഷകൻ 34:22 മുതൽ 24 വരെ വാക്യങ്ങളിലും നമ്മൾ വായിക്കും, നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. കണ്ടോ, നിയമം തെറ്റിക്കുന്നവൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യുകയില്ല. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെ ആണ്. നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണല്ലോ വിധവയുടെ ചെമ്പ് നാണയം. കർത്താവ് നോക്കുന്നത് അവൾ എത്ര നാണയം ഇട്ടു എന്നല്ല, മറിച്ച് അവളുടെ ഹൃദയം, അവളുടെ സമർപ്പണം, അവളുടെ ഉള്ളിലെ നന്മ, അവളുടെ ഉള്ളിലെ ഔദാര്യം, ജനറോസിറ്റി, ഇതാണ് നോക്കുന്നത്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കായേൻ ദുഷ്ടത നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കായേൻ്റെ സന്താന പരമ്പരയെ കാണുമ്പോൾ അവിടെ മർദ്ദനം, കൊലപാതകം, ബഹുഭാര്യത്വം, വൈരാഗ്യം, വെറുപ്പ്, ഇതെല്ലാം കായേൻ്റെ പരമ്പരയിൽ കാണാൻ പറ്റും. അഹങ്കാരം, ഇതെല്ലാം കാണാൻ പറ്റും. അതായത് ഈ തിന്മയെല്ലാം വെച്ചിട്ട്, പാപമെല്ലാം വെച്ചിട്ട് പാപം തിരുത്താൻ തയ്യാറാവാതെ ബലിയർപ്പിക്കുന്നത് കൊണ്ട് അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ടേക്ക് അവേ? ഈ 40 ദിവസത്തെ യാത്ര നമുക്കൊരു പൂർണ്ണ മാനസാന്തരത്തിൻ്റെ യാത്രയായിട്ട് മാറണം. നമ്മുടെ പാപം ഉള്ള എല്ലാ മേഖലകളിലും നമ്മൾ തെറ്റ് തിരുത്താൻ തയ്യാറാവുകയും ദൈവത്തിൻ്റെ സഹായം ചോദിക്കുകയും വേണം. അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ നമുക്ക് വലിയൊരു മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സമയമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ അഭ്യസിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട പുണ്യമാണ്, കർത്താവേ എനിക്ക് ട്രൂ റിപ്പൻറ്റൻസ്, ശരിയായ അനുതാപം തരണമേ. ഒരുപാട് മേഖലകളെക്കുറിച്ച് നമുക്ക് അനുതാപം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അനുതപിക്കാത്തത്. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് ഇന്ന് നമ്മൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കേണ്ട പുണ്യം ഇതാണ്, ശരിയായ അനുതാപം, ട്രൂ റിപ്പൻറ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കേണ്ട പാപം എന്താണ്?
സ്വയനീതീകരണം. അതായത് ഏത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന, നീതീകരിക്കുന്ന സ്വഭാവം, ന്യായീകരിക്കുന്ന സ്വഭാവം, സ്വയന്യായീകരണം, സ്വയനീതീകരണം, അതാണ് ഒഴിവാക്കേണ്ട പാപം. പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: യേശുവേ, ദാവീദിൻ്റെ പുത്ര, എനിക്ക് പാപബോധം തരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ, ദാവീദിൻ്റെ പുത്ര, എനിക്ക് പാപബോധം തരണമേ. ഇന്ന് ചെയ്യേണ്ട ടാസ്ക് ഇതാണ്. നമ്മുടെ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ പല മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ആ പല മേഖലകളിലും നമുക്ക് അനുതാപം ആവശ്യമുള്ള മേഖലകൾ ദൈവം ചൂണ്ടിക്കാണിക്കും. നിങ്ങളൊരു ബുക്കോ പേപ്പറോ ഡയറിയോ ഒക്കെ എടുത്ത് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സമ്പൂർണ്ണ കുമ്പസാരം നടത്താൻ ദൈവം പ്രേരണ തരുന്ന മേഖലകളെല്ലാം എഴുതി വെക്കാൻ വേണ്ടി ഒരു ബുക്ക് തയ്യാറാക്കുക. അങ്ങനെ ഇന്ന് തന്നെ ഇരുന്ന് ഓർമ്മിക്കുന്ന മേഖലകളെല്ലാം എഴുതി വെക്കുക. ഓരോ ദിവസത്തെയും ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുതാപം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന മേഖലകൾ ദൈവം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറിച്ച് വെച്ച് ഒരു പൂർണ്ണ കുമ്പസാരം നടത്തി നമുക്ക് അഭിഷേകം പ്രാപിക്കാനായിട്ട് ഒരുങ്ങാം. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും കർത്താവിന് കൊടുക്കാം. കായേനും ആബേലും ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ പാപത്തോടുകൂടെയാണോ, ദുഷ്ടതയും പാപവും തിന്മയും നിറഞ്ഞ ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോഴും ബലിയർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കും എന്ന ചിന്തയോടുകൂടിയാണോ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നത് എന്ന് വിലയിരുത്താൻ അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അയോഗ്യതയോടെ കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, പാപത്തെ ഗൗരവമായി എടുക്കാതെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്ന, പാപത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ വന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളോ പൂർവികരോ ഞങ്ങളോ കർത്താവേ ദിവ്യകാരുണ്യത്തെ വിലയില്ലാതെ കണ്ടിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. നല്ല കർത്താവേ, ഞങ്ങൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ആബേൽ അർപ്പിച്ചതുപോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ, വിശുദ്ധിയുള്ളൊരു ജീവിതത്തോടെ, പാപമില്ലാത്ത ഹൃദയത്തോടെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ശരിയായ അനുതാപം കടന്നു വരാൻ കർത്താവെ ഇപ്പോൾ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷയിലൂടെ മാനസാന്തരങ്ങൾ സംഭവിക്കണമേ. പാപജീവിതം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. മദ്യപാനം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവെ, ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവെ, നീതിയുടെ ജീവിതം നയിക്കാൻ, അക്രമം അവസാനിപ്പിക്കാൻ, ശത്രുത അവസാനിപ്പിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വലിയ അനുതാപമുള്ളൊരു ഹൃദയം തുറക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ കരയാനും ആദിജാതനെ പ്രതി എന്ന പോലെ വിലപിക്കാനും ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ അനുതാപം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഓരോ മകനും മകളും ശരിയായ അനുതാപത്തോടെ, ആഴമായ മാനസാന്തരത്തോടെ കർത്താവിലേക്ക് കടന്നു വരാൻ കൃപകൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസാന്തരം ആവശ്യമുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് കർത്താവെ, നിൻ്റെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന് അവിടുന്ന് അരുളി ചെയ്ത വചനം പോലെ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി അനുതപിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പാപക്കെട്ടുകളും പാപശാപബന്ധനങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നില്ലാതാവട്ടെ. പൈശാചിക ബന്ധനങ്ങൾ മാറിപ്പോവട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർച്ചകൾ മാറട്ടെ. ദാമ്പത്യബന്ധം ഉറപ്പിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖല ഉയരട്ടെ. ദൈവം ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. കർത്താവായ
യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.